കടലും കടലാടിയും പോലെയെന്ന് കേട്ടിട്ടില്ലേ? ഇതാ കടൽ കണ്ടിട്ടുണ്ടാവും, ഇയാളാണ് ആ കടലാടി. കടലാടി രണ്ട് തരണ്ട്. ഇത് ചെറുകടലാടി, ഇത് വൻകടലാടി. ഇതിന് രണ്ടിനും ഔഷധ ഗുണമുണ്ട് അല്ലേ? രണ്ടിനുണ്ട്. എന്തൊക്കെയാ ഇതിന്റെ പറയാറ്? പിന്നെ ചെറിയ കുട്ടികൾക്ക് കരപ്പൻ ചൊറിയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ചൊറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിന്റെ പിന്നെ തണ്ടോട് കൂടി വെള്ളമിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ കുളിപ്പിച്ചാൽ മതി. കുളിപ്പിക്കും, അന്നേരം ഇതിന് വേദന ഉണ്ടാവും, മുകളിൽ നിന്ന് ഉണങ്ങിക്കോളും. ഇത് ഈ വാദമൊക്കെ മാറാൻ ഈ വൻകടലാടി അരച്ചിട്ടാ മതി എന്നൊക്കെ പറയാറ് എന്ന് പറയുന്നുണ്ട്. എല്ലാം എനിക്ക് അറിഞ്ഞൂടാ, എന്നാൽ എനിക്ക് അറിയുന്നത് ഇപ്പം ഈ സാധനം നല്ലപോലെ അരച്ച് കുഴമ്പാക്കിയിട്ട് മുട്ടിന് വരട്ടാൻ മുട്ടുവേദനയ്ക്കൊക്കെ ശമനം കിട്ടും. ഈ ഇവിടെ 127 തരം ഔഷധ ചെടികളുണ്ട്. നട്ടതും നടാത്തതുമായിട്ട് 127 തരം ഔഷധ ചെടികൾ എൻ്റെ ഈ പറമ്പിലുണ്ട്. ഇതിന്റെയൊക്കെ ജൈവ വൈവിധ്യ രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ. ജൈവ കൃഷിയാണ്, ജൈവ വൈവിധ്യ സംരക്ഷണം കൂടിയുണ്ട്. അതിൽ എല്ലാം രജിസ്റ്റർ സൂക്ഷിച്ചു. ആ ഇതിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഉണ്ട് എന്നൊക്കെ ഉണ്ട്. 27 തരം. ഇത് കൂടാതെ നമ്മൾ കണ്ടത് ഇത് ഭാഷയുടെ കയ്യിലെന്തോണ്ടല്ലോ, ഇത് ആണ് അയ്യമ്പന എന്ന് പറയും. പിന്നെ ഈ മൂലക്കുരു പോലുള്ള അസുഖങ്ങൾക്ക് ഇതിന് വേറൊരു പേര്, നാഗവെറ്റില എന്നൊരു പേരും കൂടി. ശരിയല്ലേ? ഇത് അരച്ച് കഴിച്ചാൽ മതി. അരച്ച് പുരട്ട. ഇതിന് കഴിക്കുകയും ചെയ്യാൻ തോന്നുന്നു, എനിക്ക് അതിന്റെ കൃത്യമായിട്ട് ഇത് പുരട്ടും ചെയ്യും പുറത്ത്. അത് അങ്ങ് പോയിക്കൊള്ളുന്ന പറയുന്നത്. തൊഴുകണ്ണി എന്ന് പറയും, പിന്നെ രാമനാമ ചെടി എന്നും പറയും. ലോക ശ്രേയസിനായിട്ട് ഇത് കൈകു പിന്നെ ഇത് പ്രാർത്ഥിക്കുന്നതാന്നാ പറയുന്നത് കണ്ണി. അതല്ല, നമ്മൾ ഈ ചെടിയുടെ സാമീപ്യം പിന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞാല് ഇതിന്റെ ഈ കണ്ണിയിൽ നിന്ന് ഇതിങ്ങനെ കൂമ്പി വരും. അത് നമ്മൾ നോക്കി നിൽക്കാൻ തന്നെ അത് വിടർന്നും വരും. ഈ കണ്ണിയാണ് കൂമ്പിളു എന്ന് പറയും. അതായത് നമ്മൾ ഇത് തൊടുമ്പോ ഇങ്ങനെ കൂമ്പി പോകുന്നത്. ഈ വലിയ ചെടിയോട് ചേർന്നുള്ള, വലിയ ഇലയോട് ചേർന്നുള്ള ചെറിയ കണ്ണികളാണ് കൂമ്പി വരിക. അതുകൊണ്ടാണ് തൊഴുകണ്ണി എന്ന് പറയുന്നത്. അത് കണ്ണാണ്. ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾക്ക് ആവശ്യമുണ്ട്. എനിക്ക് അറിയുന്ന ദുർമേധസ് കുറയ്ക്കാൻ ഇതിന്റെ മരുന്ന് ചേർന്ന മരുന്ന് ഉപയോഗിക്കാം. ശരിക്കും അപ്പൊ ഇതൊരു ഔഷധത്തോട്ടം കൂടിയാണ്. കുരുമുളകിന്റെ മഞ്ഞളിന്റെ പേറ്റന്റ് എടുത്തിട്ടുള്ളൂ, ബാക്കി പേറ്റന്റ് എടുക്കാൻ നേരം കിട്ടിയില്ല. ഈ ആയുർവേദ ചെടികളിൽ ഒരുപാട് നമ്മളെ കണ്ണിന്റെ മുമ്പിൽ പെടുന്നതെല്ലാം ഒന്നല്ലെങ്കിൽ ഒന്ന് ഔഷധ വീര്യമുള്ളതും ഗുണമുള്ളതാണ്. അത് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ സംരക്ഷിച്ചല്ലേ പറ്റൂ. അതിനു വേണ്ടി കൂടിയാണ്. എൻ്റെ അടുത്ത് വരുന്നവർക്ക് കുറച്ച് ഇതിനെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കറിയുന്ന മരുന്നിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇതാവട്ടെ. എല്ലാം ചെടികളെ കുറിച്ച് അറിയോ? ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത് അറിയില്ല. അപ്പോൾ അങ്ങനെ അറിയാം. അപ്പോൾ ഈ തൊഴുകണ്ണിയുടെ ഈ കണ്ണുകൾ പോലെ നമ്മളും തൊഴുത് നിൽക്കേ പറ്റുള്ളൂ ഈ വലിയ വിസ്മയങ്ങൾക്ക് മുന്നിൽ.